എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറുനാടൻ കുടുംബാംഗങ്ങളെ, ഞാനിപ്പോൾ UK-ലാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എത്തിയതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ശനിയാഴ്ച, അതായത് ഇനി 3 ദിവസം കൂടി കഴിഞ്ഞാൽ വടക്കൻ ഇംഗ്ലണ്ടിലെ ഗ്രിംസ്ബി എന്ന് പറയുന്ന ചെറിയ പട്ടണത്തിൽ നടക്കുന്ന ബ്രിട്ടീഷ് മലയാളിയുടെ 12ാമത് അവാർഡ് നൈറ്റിൽ പങ്കെടുക്കാനാണ്. ലിവർപൂളിനും മാഞ്ചസ്റ്ററിനുമൊക്കെ അപ്പുറത്തേക്ക് പൊതുവെ വലിയ പരിപാടികൾ നടക്കാറില്ല. ലീഡ്സും ഷെഫീൽഡ് മുതൽ അങ്ങ് ന്യൂകാസിൽ വരെ നിരവധി ടൗണുകൾ ഇവിടെയുണ്ടെങ്കിലും ആരും അത്തരമൊരു പരീക്ഷണം നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇക്കുറി 12ാമത് അവാർഡ് നൈറ്റ് ഈ ഗ്രിംസ്ബിയിൽ വെച്ച് നടത്തുന്നത്. പലരും വർഷത്തിൽ 2 തവണ അവാർഡ് നൈറ്റ് എന്ന് ചോദിക്കാറുണ്ട്. ഇല്ല, 1 തവണ മാത്രമേ ഉള്ളൂ. ഇക്കഴിഞ്ഞ മാർച്ചിൽ ബെഡ്ഫോർഡിൽ നടന്നത് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ്റെ അവാർഡ് നൈറ്റാണ്. രണ്ടും രണ്ടാണ്. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ UK-യിലെ മലയാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. ഇത് ഞങ്ങളുടെ സഹോദര സ്ഥാപനമാണ്. അവിടെ നടക്കുന്ന ഒരു മിനി അവാർഡ് നൈറ്റ് ആണെങ്കിൽ ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് വലിയ പരിപാടിയാണ്. UK-യിലെ ഏറ്റവും അധികം മലയാളികൾ കൂടുന്ന 2ാമത്തെ പരിപാടിയും UK-യിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വന്നും പോയുമായി ഏതാണ്ട് 5000-ഓളം പേരെയാണ്. കഴിഞ്ഞ തവണ കേംബ്രിഡ്ജിനടുത്ത് പീറ്റർബറോയിൽ നടന്നപ്പോൾ സീറ്റ് ഒരു പ്രശ്നമായിരുന്നു. ഇക്കുറി അത് ഒഴിവാക്കാൻ ഇരട്ടിയിലധികം സീറ്റുകളുള്ള വലിയ ഹാളാണ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും പാർക്കിംഗ് സൗകര്യമുണ്ട്. ഏതാണ്ട് 500-ലധികം കാറുകൾ പാർക്ക് ചെയ്യാം. അതുപോലെ ആളുകൾക്ക് നിന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. എല്ലാ നേരവും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഭക്ഷണത്തിന് പ്രത്യേകം പണം കൊടുത്ത് വാങ്ങണം. പ്രവേശനം ഏതാണ്ട് പൂർണ്ണമായും സൗജന്യമാണ്. എന്നാൽ ഏതാണ്ട് 100 സീറ്റുകൾ VVIP സീറ്റുകൾ പ്രത്യേകം മുമ്പിൽ ഒരുക്കുന്നുണ്ട്. അവിടെ ഇരിക്കണമെങ്കിൽ 50 പൗണ്ട് കൊടുത്ത് ടിക്കറ്റ് വാങ്ങണം. ഞാൻ ടിക്കറ്റ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ പേജ് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരും. ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക് 50 പൗണ്ട് ഇട്ടാൽ ടിക്കറ്റ് കിട്ടും. ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ കലാരൂപങ്ങളും, അത് മാർഗംകളി ആവട്ടെ, തിരുവാതിരയാവട്ടെ, ഒപ്പനയാവട്ടെ, ഭരതനാട്യമാവട്ടെ, മോഹിനിയാവട്ടമാവട്ടെ, കഥക്കാവട്ടെ, ഇത്തരത്തിൽ നമ്മുടെ എല്ലാ കലാരൂപങ്ങളും അവിടെ അണിനിരക്കുന്നു എന്നതാണ്. ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് ഏറ്റവും വലിയ പ്രത്യേകത, ഒന്ന്, ഗ്രൂപ്പ് ഐറ്റം മാത്രമായിരിക്കും ഉണ്ടാകുന്ന, സിംഗിൾ ഐറ്റം ഉണ്ടാവില്ല. നിരവധി ആളുകൾ ഒരുമിച്ച് നൃത്തമാടുന്നതായിരിക്കും ഞങ്ങളുടെ പരിപാടി. ഇക്കുറി UK-യിലുള്ള നിരവധി ഡാൻസ് സ്കൂളുകൾ മത്സരബുദ്ധിയോടുകൂടി രംഗത്തിറങ്ങുകയാണ്. നമ്മുടെ നാട്ടിൽ പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ അതിമനോഹരമായാണ് ദൃശ്യവിരുന്ന് ഒരുക്കുന്നത്. ലെവലേശം ഇടവേളയില്ലാതെ ഒന്നിനുമേൽ ഒന്നായി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും. അതിനിടയിൽ ഈ 20 മിനിറ്റ് മാത്രമായിരിക്കും ഒരു അവാർഡ് ചടങ്ങുള്ളത്. അത്തരം 3 ചടങ്ങുകളേ ഉള്ളൂ. കൂടാതെ 3 റൗണ്ടുള്ള മിസ് കേരള, മിസ്സിസ് കേരള മത്സരങ്ങളുണ്ട്. അതായത് നിരവധി അപേക്ഷകരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 10 പേർ വീതമാണ് 2 മത്സരത്തിലും പങ്കെടുക്കുന്നത്. മിസ് കേരളയും മിസ്സിസ് കേരളയും. ഈ മിസ് കേരള, മിസ്സിസ് കേരള മത്സരങ്ങളിൽ കിരീടം നേടുന്നവർക്ക് 1/2 പവൻ വീതമുള്ള സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കും. 2ാമതും 3ാമതും എത്തുന്ന 4 പേർക്ക് ഈ 2 ഗ്രാം വീതമുള്ള സ്വർണ്ണ നാണയങ്ങളും കൊടുക്കും. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കല്യാൺ ജുവലറിയാണ്. കല്യാൺ ജുവലറി ബ്രിട്ടനിൽ ലെസ്റ്ററിൽ അവരുടെ ശാഖ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഈസ്റ്റ്ഹാമിലും തുടങ്ങുന്നു. അവർ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ഈ അവാർഡ് നൈറ്റിലെ 6 സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുകയാണ്. കൂടാതെ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് അവരുടെ പട്ടുസാരികൾ പങ്കെടുക്കുന്ന 20 പേർക്കും കൊടുക്കുന്നുണ്ട്. സമ്മാനം നേടുന്ന 6 പേർക്ക് കൂടുതൽ മികവുറ്റ സാരികളാണ് കൊടുക്കുന്നത്. എന്നാൽ 20 പേർക്കും സാരി കൊടുക്കുന്നുണ്ട്. കൂടാതെ സൂര്യകാന്തി ഡിസൈൻസ് പ്രത്യേകം ഡിസൈൻ ചെയ്ത 20 സാരികൾ 20 മത്സരാർത്ഥികൾക്കും സമ്മാനമായി കൊടുക്കുന്നുണ്ട്. ഇത്രയധികം സമ്മാനങ്ങൾ മിസ് കേരള, മിസ്സിസ് കേരള മത്സരത്തിനുണ്ടാവും. ഈ അവാർഡ് നൈറ്റ് പ്രത്യേകത അതൊന്നുമല്ല. ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ ഒരു ഡിബേറ്റോടു കൂടിയായിരിക്കും അവാർഡ് നൈറ്റ് ആരംഭിക്കുന്നത്. സാധാരണ ഒരു 11:30 മണിയോടുകൂടിയാണ് തുടങ്ങുന്നത്. രാത്രി 9:30 വരെ നീണ്ടു നിൽക്കും. ഇക്കുറി അത് 10 മണിക്ക് തന്നെ തുടങ്ങാൻ തീരുമാനിച്ചു. അതിൻ്റെ കാരണം 10 മുതൽ 11:30 വരെയുള്ള സമയത്തെ ഒരു ഡിബേറ്റാണ്. ഇതിൻ്റെ പ്രചോദനം, ഞാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അമേരിക്ക സന്ദർശിച്ചിരുന്നു. അമേരിക്കയിൽ ഷിക്കാഗോയിലും ലോസ് ആഞ്ചലസിലും ഹൂസ്റ്റണിലും ഡാളസിലുമൊക്കെ പോയപ്പോൾ എന്നെ കേൾക്കാൻ നിരവധി ആളുകൾ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ സാംസ്കാരിക നിരീക്ഷകരെ പ്രത്യേകം ക്ഷണിച്ച് ഈ പരിപാടിയുടെ ഭാഗമാക്കുകയാണ്. ഇതൊരു രസകരമായ എപ്പിസോഡായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. നേരത്തെ എത്തുക. 10 മണി മുതൽ 11:30 വരെ 1.5 മണിക്കൂർ ഒരു രാഷ്ട്രീയ സംവാദം. പിണറായിയുടെ വീഴ്ച, സതീശൻ്റെ ഉയർച്ച, BJPയുടെ വളർച്ച, കേരളത്തിലെ വർത്തമാനകാല രാഷ്ട്രീയത്തെക്കുറിച്ച്, എങ്ങനെയാണ് പിണറായി വീണത്, എങ്ങനെയാണ് സതീശൻ സകല നേതാക്കളെയും വെട്ടി മുമ്പിലെത്തിയത്, എങ്ങനെയാണ് ഇടതിനും വലതിനുമിടയിൽ BJP പച്ചപിടിക്കുന്നത്, ഈ 3 വിഷയത്തെ ആധികാരികമായി വിലയിരുത്തുന്നു. മോഡറേറ്ററായിരിക്കുന്നത് ഞങ്ങളുടെ അവാർഡ് നൈറ്റിൻ്റെ ഇക്കുറി വിശിഷ്ടാതിഥിയെത്തുന്ന നടൻ നന്ദുവാണ്. നന്ദുവിനെ മോഡറേറ്ററാക്കുന്നു. ചർച്ചകളിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ.
അദ്ദേഹം ഇപ്പോൾ തന്നെ UK എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പല സ്ഥലങ്ങളിൽ ലണ്ടനിലും മറ്റും സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദു ഇന്ന് വൈകുന്നേരത്തോടെ എത്തും. അഡ്വക്കേറ്റ് ജയശങ്കർ ഏറ്റവും പ്രധാനപ്പെട്ട സംവാദകനായി ഉണ്ടാവും. അതുപോലെ തന്നെ പ്രൊഫസർ TJ ജോസഫ്, നമുക്കൊക്കെ അറിയാം, കൈവെട്ട് കേസിലെ ഇരയായിരുന്നു. ഇസ്ലാമിക ഭീകരവാദികൾ വെട്ടിക്കളഞ്ഞ കൈ TJ ജോസഫിൻ്റെയാണ്. TJ ജോസഫ് പങ്കെടുക്കും. കൂടാതെ പ്രശാന്ത് വാസുദേവൻ നായർ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു നിരീക്ഷകനുണ്ട്. അദ്ദേഹം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. അദ്ദേഹവും സ്ഥലത്തെത്തുന്നുണ്ട്. കൂടാതെ ഞാനും ഈ സംവാദത്തിലുണ്ടാവും. അതായത് നന്ദു മോഡറേറ്ററാവും, അഡ്വക്കേറ്റ് ജയശങ്കർ, പ്രൊഫസർ TJ ജോസഫ്, പ്രശാന്ത് വാസുദേവൻ നായർ, ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ഞങ്ങൾ 4 പേർ ഈ സംവാദത്തിൽ ഉണ്ടാവും. ദയവായി അത് മിസ്സാവരുത്. പൂർണ്ണമായും സൗജന്യമാണ് പ്രവേശനം. 10 മണി മുതൽ 11:30 വരെ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഡിബേറ്റിൽ പങ്കെടുക്കുന്നവർക്ക് ചോദ്യങ്ങളും ചോദിക്കാം. ഈ അവാർഡ് നൈറ്റിൻ്റെ പ്രത്യേകത 11:30 വരെ ഇത് നീണ്ടു നിൽക്കും. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി അവാർഡ് നൈറ്റിലേക്ക് കടക്കുന്നത് എന്നതാണ്. ഇക്കുറി 7ഓളം വിശിഷ്ടാതിഥികളുണ്ട്. നന്ദുവും ജയശങ്കറും പ്രശാന്ത് വാസുദേവനും TJ ജോസഫും മാത്രമല്ല, കളങ്കാവിൽ മമ്മൂട്ടിയുടെയും ദൃശ്യത്തിൽ മോഹൻലാലിൻ്റെയും ഒപ്പം അഭിനയിച്ച രഞ്ജിനി ജോർജാണ് മറ്റൊരു അതിഥി. രഞ്ജിനി ജോർജ് നമുക്കറിയാം. ദൃശ്യം 3 ഏറ്റവും ഒടുവിൽ കണ്ടവർക്കൊക്കെ രഞ്ജിനി ജോർജിനെ അറിയാം. അവിടെ അൻസിബയുടെ ഡോക്ടർ രഞ്ജിനി ജോർജാണ്. രഞ്ജിനി ജോർജ് നമുക്ക് നന്നായിട്ടറിയാം. രഞ്ജിനി ജോർജ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, വിശിഷ്ടാതിഥി എത്തുന്നുണ്ട്. കൂടാതെ സീരിയൽ നടി അഞ്ജിത സുധീഷും അതിഥിയായുണ്ട്. മിസ് കേരള, മിസ്സിസ് കേരള മത്സരങ്ങളിൽ ഇവരുടെയൊക്കെ സാന്നിധ്യം ശ്രദ്ധേയമാകുമെന്ന് കരുതപ്പെടുകയാണ്. ഏറെ പ്രത്യേകതകളുള്ള ഈ അവാർഡ് നൈറ്റിൻ്റെ മുഖ്യ സ്പോൺസർ ലൈഫ് ലൈൻ മോർഗേജ് ക്രിട്ടിക്കൽ ഇൻഷുറൻസ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ലൈഫ് ലൈൻ ആണെങ്കിൽ, UK വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന ഗ്ലോബൽ സ്റ്റഡി ലിങ്കാണ് രണ്ടാമത്തെ സ്പോൺസർ. ഞങ്ങളുടെ ട്രാവൽ പാർട്ട്ണർ, എല്ലാ വിശിഷ്ടാതിഥികൾക്കും ടിക്കറ്റ് എടുത്തു കൊടുത്തതടക്കം എല്ലാ സേവനങ്ങളും ചെയ്യുന്ന ട്രാവൽ പാർട്ട്ണർ സാന്റാ മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്. ഒപ്പം കല്യാൺ ജുവലറിയാണ് മിസ് കേരള, മിസ്സിസ് കേരള ജേതാക്കൾക്ക് 6 പേർക്കും സ്വർണ്ണ മെഡൽ സമ്മാനം നൽകുന്നത് കല്യാൺ ജുവലറിയാണ്. പുളിമുട്ടിൽ സിൽക്ക് ഹൗസും സൂര്യകാന്തി ഡിസൈൻസും സാരിയും വിതരണം ചെയ്യുന്നു.